ബഹ്റൈനിൽ കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ ഡേറ്റിൽ കൃത്രിമം കാട്ടി വിൽപ്പന നടത്തിയ കേസിൽ സ്ഥാപന ഉടമയ്ക്ക് 1 ലക്ഷം ദിനാർ പിഴയും തടവും. സ്ഥാപന ഉടമയ്ക്ക് പുറമെ കേസിൽ ഉൾപ്പെട്ട 2 പ്രവാസി തൊഴിലാളികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. സ്ഥാപന ഉടമയായ മുഖ്യപ്രതിയുടെ കമ്പനി ഗോഡൌണാണ് തട്ടിപ്പ് കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഡേറ്റിൽ കൃത്രിമം കാട്ടി വീണ്ടും ബഹ്റൈൻ വിപണിയിലേക്ക് ഇറക്കുകയായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ രീതി. കമ്പനിയിലെ തന്നെ ഒരു ജീവനക്കാരന്റെ പരാതിയിലാണ് വാണിജ്യ മന്ത്രാലയം ഗോഡൌണിൽ പരിശോധന നടത്തുന്നതും തട്ടിപ്പ് കണ്ടെത്തുന്നതും. ഈ കേസിലാണ് ബഹ്റൈൻ ലോവർ ക്രിമിനൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. കേടായ ഭക്ഷ്യവസ്തുക്കൾ കൈവശം വെച്ച് വിപണനം ചെയ്തെന്ന് തെളിഞ്ഞതോടെ പ്രതിയായ സ്ഥാപനോടമയ്ക്ക് 3 വർഷം തടവും 1,10,000 ദിനാർ പിഴയുമാണ് കോടതി വിധിച്ചത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട 2 പ്രവാസി ജീവനക്കാരും ഇതോടൊപ്പം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഇവരിൽ ഒരാൾക്ക് 2 വർഷം തടവും അടുത്തയാൾക്ക് 1 വർഷം തടവ് ശിക്ഷയുമാണ് വിധിച്ചത്. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഈ 2 പ്രതികളെയും ബഹ്റൈനിൽ നിന്ന് നാടുകടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കേടായതും കാലഹരണപ്പെട്ടതുമായ ഭക്ഷ്യവസ്തുക്കൾ കൈവശം വയ്ക്കുക, അവയുടെ കാലാവധി തീയതികൾ വ്യാജമായി മാറ്റി വിതരണം ചെയ്യുക, മതിയായ ലൈസൻസ് ഇല്ലാതെ സ്ഥാപനം പ്രവർത്തിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. മീഡിയ 1 ബഹ്റൈൻ.